ഇതിനോട്ട് കുറച്ചൊക്കെ ഒന്ന് പ്രാക്ടിക്കൽ ആകണം. എഡ്യൂക്കേഷൻ ലോണൊക്കെ ഇഷ്ടം പോലെ കിട്ടാണ്ട്. അവരോട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറയേ. അല്ലെങ്കിൽ ഈ അഡ്മിഷൻ ഫീസിൽ ഒതുങ്ങുന്നതാണോ? പിന്നെയും വേണ്ടേ ബുക്ക് ഫീസ്, ഹോസ്റ്റൽ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെ എടുത്തു കൊടുത്തോണ്ടിരിക്കുവോ? ഒന്നുകിൽ ആ പയ്യൻ നല്ല പഠിച്ച് മാർക്ക് വാങ്ങണമായിരുന്നു, എന്നിട്ട് മെറിറ്റിൽ കയറണം. ഇത് വലിയ കോളേജിൽ ഇഷ്ടംപോലെ പൈസയും കൊടുത്തിട്ട് വലിയ വലിയ കോഴ്സിനും ചേരണം. ഇതൊക്കെ ആരാണ് ഇതിന്റെ ഉത്തരവാദി? അല്ലടാ, ഞാനിപ്പോ എങ്ങനെയാ അവള് വിളിച്ചിട്ട് പറയാ പൈസ തരില്ലാന്ന്? അവളാണെങ്കിൽ എന്റെ കോളും പ്രതീക്ഷിച്ചിരിക്കായിരിക്കും. അതിനിപ്പോ ഏട്ടൻ നേരിട്ട് വിളിച്ചു പറയാൻ നിൽക്കണ്ട. നമുക്ക് അമ്മയോട് കാര്യം പറയാലോ. പിന്നെ അമ്മ ചേച്ചിനെ വിളിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ പോവുകയോ ചെയ്തിട്ട് സാവകാശം കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അമ്മയ്ക്കാണെങ്കിൽ അതൊരു മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റും. നോക്കട്ടെ, സംസാരിച്ച് നോക്കാം. ഇതെന്താ മോനെ ഇത്രയും തിരക്കിട്ട് എന്നെ വരാൻ പറഞ്ഞത്? അമ്മ മായ വിളിച്ചിട്ടുണ്ടായിരുന്നു, മോക്ക് എഞ്ചിനീയറിംഗ് ചേരാൻ വേണ്ടിയിട്ടേ 1,00,000 രൂപയും കൂടെ വേണമെന്നാ പറഞ്ഞു. അതെന്നോട് ചോദിച്ചവള് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് എനിക്ക് നല്ല ടൈറ്റ്. ഒരു 10,000 രൂപ പോലും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അതിപ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഞാൻ അമ്മേനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മോനെ അവള്. കുറച്ച് പൈസയും കൂടി തഴിയാനേ ഉള്ളൂ, അത് നീ തരുന്നാ പറഞ്ഞത്. അമ്മ എനിക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടേ ഇപ്പം എന്തായാലും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവളോട് എങ്ങനെ ഈ കാര്യം നേരിട്ട് പറയുന്നുള്ളതാണ് എനിക്ക്. അത് അമ്മ പറയുകയാണെങ്കിൽ ഇപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. നീ ടെൻഷൻ അടിക്കണ്ട മോനെ, ഉണ്ടായിട്ട് കൊടുക്കാണ്ടല്ലോ, നിന്റെ അടുത്ത് ഇല്ലാണ്ടല്ലേ. ഞാൻ അവളെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഞാനും പറഞ്ഞത് അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. അമ്മ ഇവിടെ വന്നിട്ട് പറഞ്ഞു നിന്റെ വിഷമങ്ങളൊക്കെ. എങ്ങനെയപ്പോ ഇത്രമാത്രം കഷ്ടപ്പാടുണ്ടായത്? എനിക്കാണെങ്കിൽ ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ടാ പിന്നെ ഞാൻ ഫീസ് അടയ്ക്കാൻ എന്തെങ്കിലും പറ്റുമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അല്ലെങ്കിൽ ഞാൻ ചോദിക്കില്ലായിരുന്നു. ഇരിക്കേ, വരാം. ദിനു, ഇതിലൊരു 20,000 രൂപയുണ്ട്. ഇതെന്തിനിപ്പോ പൈസ? ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടേ കുറേ സ്ഥലങ്ങളിൽ നിന്ന് കടമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നിന്റെ വിഷമം കൂടി കേട്ടപ്പോ അന്നൊക്കെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടേ ഈ ഒരു പൈസ ആക്കിയതാ. നിന്റെ വിഷമമൊക്കെ അമ്മ പറഞ്ഞു കേട്ടപ്പോഴേ എനിക്കിത് മുഴുവൻ അവളേൽ കൊടുക്കാനും തോന്നിയില്ല. നിന്റെ വിഷമം തീരട്ടെ, എനിക്ക് എന്തായാലും ഇത് ഇപ്പോഴൊന്നും വേണ്ട.